അഫയേഴ്സ് ആണ് പലപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊരു പരാതി നിൽക്കാറ് അല്ലേ? പക്ഷെ കറണ്ട് അഫയേഴ്സും നമുക്ക് ഓർമ്മയിൽ നിൽക്കാം. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കൂ. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പങ്ക്തി നടന്നു പോകുന്നുണ്ട്. അതൊരൊറ്റ ലിങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകൾ 50-ലധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരൊറ്റ ലിങ്കിൽ ലഭിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സും ലഭിക്കും. അപ്പോൾ വിൻഡോ എജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ എം പി. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ നമുക്കൊരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ കോഴ്സ് ഫ്രീ കോഴ്സാണ്. ഈ 2025 വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും ആ എക്സാമുകളോടനുബന്ധിച്ച് ക്രാഷ് കോഴ്സുകളും എക്സാമുകൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഡീപ്പായിട്ടൊരു സബ്ജക്റ്റിലേക്ക് പോകുന്ന രീതിയുമാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഫ്രീ ആണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോ 1-2 യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാമും കിട്ടും. അതിൻ്റെ PDF-ഉം കിട്ടും. അങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൂടാതെ ചോദ്യങ്ങളുടെ ട്രെൻഡ് എന്താണ്, ആ ട്രെൻഡൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് അതാത് പരീക്ഷകൾക്ക് വേണ്ടി ക്ലാസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയുള്ള 2000 ചോദ്യങ്ങളാണ് ഇതേവരെ 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ചിട്ടുള്ളത്. അതിൽ 1400-അടുത്ത് ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി മാത്സിൽ നമുക്ക് ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് മാത്സിൽ നിന്നുള്ള 400 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒരു 1800 ഇനി 10-200 ചോദ്യങ്ങൾ മാത്രമാണ് ഈ പങ്ക്തിയിൽ കവർ ചെയ്യാത്തത്. അതിനോടൊപ്പം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കൂടി കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഈ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് നിങ്ങൾ ഇതിന് താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ ബന്ധപ്പെടുത്തി പഠിച്ചാൽ മതി. എങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കാമെന്നുള്ള ഉദാഹരണം ഞാൻ തരാം. ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം തിരഞ്ഞെടുത്തത്? ആദ്യം തന്നെ പറയാം. 2024 നടന്നതും PSC ബുള്ളറ്റിനിൽ വരുന്നതുമായ നിയമനങ്ങൾ 10th പ്രിലിംസ് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി, ആദ്യ അധ്യക്ഷനല്ല കേട്ടോ, അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? 2 വർഷമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ വർഷമാണ് ആ പോസ്റ്റ് എന്ത് ചെയ്തത്, നൽകിയത്, പോസ്റ്റിൽ നിയമനം വന്നത്. അപ്പോൾ അത് ആരാണ്? മറന്നു പോകണ്ട, ഗാൻ വിൽക്കറാണ്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് പഠിക്കുക? നോക്കൂ, ഇവിടെ നിങ്ങൾ ലോക്പാൽ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ലോക്പാലുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫയേഴ്സ് ചോദിക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലം അതിൻ്റെ അധ്യക്ഷനയുള്ളൂ. മറ്റു സംഭവങ്ങളൊന്നും 10th പ്രിലിംസിന് ചോദിക്കുന്നതില്ല. അപ്പോൾ ലോക്പാലും ഗാൻ വിൽക്കറും തമ്മിൽ ബന്ധപ്പെടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു പാലുണ്ട്, ഇവിടെ ഒരു വില്ലുണ്ട്. രണ്ടും കൂടി ചേർത്ത് നോക്കൂ, പാൽ വിൽ. പാൽ വിൽപ്പനക്കാരൻ, ലോക പാൽ വിൽപ്പനക്കാരൻ. നിങ്ങൾ ജസ്റ്റ് നോക്കൂ, ലോക പാൽ വിൽപ്പനക്കാരൻ. നിങ്ങൾക്കറിയാം ലോക്പാൽ. പിന്നെ ആ ചോദ്യത്തിൽ എന്തുണ്ടായിരിക്കും? ഗാൻ വിൽക്കർ ഉണ്ടായിരിക്കും. ആ വില്ലിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ആ വിൽക്കറിൽ വിൽപ്പനക്കാരൻ കണ്ടുവോ? അത് നിങ്ങൾ നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കണം. എന്താ എഴുതി വെക്കേണ്ടത്? ലോക്പാലിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഗാൻ വിൽക്കർ. എന്നിട്ട് നിങ്ങൾ ലോക പാൽ വിൽപ്പനക്കാരൻ ഉണ്ടോ? അതിൽ ആ പാലും വില്ലും നിങ്ങൾ എന്ത് ചെയ്യുക? വേറെ കളറിൽ കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? പാലും വില്ലും നിങ്ങൾ വേറെ കളറിൽ കൊടുത്താൽ മതി. നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ തന്നെ അതിന് ഹൈലൈറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ ഇതൊന്ന് ഓർത്തെടുക്കാൻ നോക്കൂ. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് അല്ല ഏതും നമ്മുടെ മനസ്സിൽ നിൽക്കും. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ജഡ്ജി. വനിതകൾ ആദ്യ സ്ഥാനത്തെത്തുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും PSC ചോദ്യങ്ങളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് രണ്ടും PSC ചോദ്യങ്ങളിൽ വരാറുണ്ട്. ഇത് എന്തിൽ വന്നതുമാണ്? PSC ബുള്ളറ്റിനും വന്നതുമാണ്. അപ്പോൾ വനിതാ DGP. വനിതാ DGP എന്ന് പറയുന്നത് രശ്മി ശുക്ലയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വനിത ഉണ്ട്, DGP എന്ന് ഓർത്തു വെക്കേണ്ട. ഇവിടെ നമ്മൾ വനിതാ DGP ആണ്. അപ്പോൾ DGPയെയും രശ്മി ശുക്ലയെയും ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ DGPയും രശ്മിയും ചേർന്നാൽ മതി. അപ്പോൾ രശ്മി DGP ആയി. അപ്പോൾ രശ്മി നടത്തുന്ന DJ പാർട്ടി, രശ്മി നടത്തുന്ന
DJ പാർട്ടി. DGP ആയതിനു ശേഷം DJ പാർട്ടിയാണ്. എവിടെ വെച്ചിട്ടാണ് DJ പാർട്ടി നടത്തുന്നത്? ബോംബെയിൽ വെച്ചാണ്. മഹാരാഷ്ട്ര, ബോംബെ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി നിങ്ങൾക്കറിയാം, സിയാച്ചിനാണ്. അവിടെയും ഒരു വനിതാ മെഡിക്കൽ ഓഫീസർ വരികയാണ്. ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. എവിടെയാ? ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. ലോകത്തിന്റെ 3ാം ധ്രുവം എന്നൊക്കെ അറിയപ്പെടുന്നത് ആണ്. അത് ക്യാപ്റ്റൻ ഫാത്തിമ വസിം ആണ്. അപ്പോൾ അവിടെ നോക്കുക, സിയാച്ചിനിലെ വനിതാ മെഡിക്കൽ ഓഫീസറാണ്. ആരാണ്? ഫാത്തിമയാണ്. എങ്ങനെയാ ബന്ധപ്പെടുത്തുക? ഫാത്തിമയോ വസിമിനെയോ ബന്ധപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം സിയാച്ചിനാണ്, മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ നമ്മൾ സിയാച്ചിൻ തന്നെ എടുക്കുക. അവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ് ഫാത്തിമ. അപ്പൊ സിയാച്ചിനിൽ എന്ത് ചെയ്യാണ്? മഞ്ഞ് ഫോം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഫാത്തിമ. കണ്ടോ? മെഡിക്കൽ ഓഫീസർ ഫാത്തിമ. മഞ്ഞിന്റെ ഫോം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പക്ഷെ നമ്മൾ ഓർത്ത് വെക്കുകയാണ്, നമ്മളത് എഴുതി വെക്കുകയാണ്. ആ മഞ്ഞിന്റെ ഫോമിൽ ഒരു മെഡിക്കൽ ഓഫീസറായിട്ട് ഫാത്തിമ നടക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കണം. FOM, മെഡിക്കൽ ഓഫീസർ ഫാത്തിമ. ദാറ്റ്സ് ആൾ. ഇത്രയേ വേണ്ടല്ലോ. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങളുടെ ഏത് സമയത്തും നിങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കും. 76ാമത് കരസേനാ ദിനമാണ് 2024. അതിന് വേദിയായത് ലക്നൗ ആണ്. ഏതാ? 76ാമത്തെ കരസേനാ ദിനം എവിടെയാണ്? ലക്നൗ. ഓക്കെ, ഇവിടെയാണ് കരസേനാ ദിനം നടക്കുന്നത്. അപ്പൊ നോക്കൂ, ആ ലക്നൌവിലുണ്ട് കരസേന. കായിലും നായിലും ഉണ്ട് കരസേന. കാ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, നാ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് നോക്കൂ, ലക്ക് സേന. അപ്പോ 76ാമത്തെ കരസേനാ ദിനം എവിടെയായിരുന്നു? ലക്നൌവിലായിരുന്നു. 2023 കരസേനാ ദിനത്തിന്റെ വേദിയും കൂടി ആലോചിച്ചിരിക്കണം. 2024 ലക്കാണ്. ആ 4 എന്തുണ്ട്? എല്ലുണ്ട് അല്ലേ? 23 23 ബാംഗ്ലൂരാണ്. നോക്കൂ, 3 ബാംഗ്ലൂരാണ് വരുന്നത്. B അല്ലേ വരുന്നത്? 3നോട് സമാനമായ ഒന്നെന്ന് പറഞ്ഞാൽ B അല്ലേ? ഇപ്പൊ 23 ബാംഗ്ലൂര്, 4 കരസേന, 4 ലക്നൗ. കരസേനാ ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 15-നാണെന്ന് ഓർത്തു വയ്ക്കുക. ഇപ്പോഴത്തെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഈ 2024 തന്നെയാണ് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്, ഓർത്തിരിക്കണം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഒരു കോഡ് ഉണ്ടാക്കൂ, നിങ്ങൾ പറയൂ. ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവി ഫീൽഡ് മാർഷൽ KM കരിയപ്പ ചുമതലയേറ്റ ദിനം അനുസ്മരിച്ചാണ് ദേശീയ കരസേനാ ദിനം ജനുവരി 15-ന് ആഘോഷിക്കുന്നത്. കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഈ 2024 തന്നെയാണ് അദ്ദേഹം നിയമിതനായത്. ആ മുഖ്യ വിവരാവകാശം ഹരി നായരാണ്. അപ്പോ നോക്കൂ, വിവരം നമ്മൾ ഇപ്പോൾ ഈ ഹിന്ദുമതത്തിലൊരു ചടങ്ങുണ്ട്, എഴുത്തിനിരുത്തുക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എഴുത്തിനിരുത്തും. അപ്പോൾ ആദ്യം എഴുതുക ഹരിശ്രീ എന്നാണ്. അതുമായിട്ട് ആലോചിച്ചോളൂ, വിവരം, ഹരിശ്രീ, ഹരിനായർ. ഓക്കെ. അടുത്ത ചോദ്യം, കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്തി? ഇങ്ങനത്തെ ചോദ്യം. കേരള ബാങ്ക് വളരെ പ്രധാനപ്പെട്ട ബാങ്കാണ് കേരളത്തിന്റെ, അല്ലേ? അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ്. അദ്ദേഹം ഈ അടുത്ത ഇടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം വരുന്ന കാലയളവിലാണ് അദ്ദേഹം നിയമിതനായത്. അതുകൊണ്ട് തന്നെ അത് ചോദ്യം വരാം. അതിന്റെ CEO ആരാണ്? ജോർട്ടി M ചാക്കോ ആണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, ബാങ്കാണ്, ബാങ്കിൽ ചാക്ക് കണക്കിന് പൈസ ഉണ്ടാവും. അപ്പൊ ബാങ്കിൽ ചാക്ക് കണക്കിന് പൈസ, അതിന്റെ സെക്രട്ടറി. അപ്പോൾ ഒരു ചാക്ക് വരച്ച് വെക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ചാക്ക്, അതിൽ നോട്ടൊക്കെ ഇങ്ങനെ വെറുതെ നിങ്ങളുടെ ഒരു സമയം പോക്ക് മാത്രമുള്ള സമയത്ത് ചെയ്താൽ മതി. ചാക്ക് വെച്ചു, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ ചാക്കിനെ തന്നെ നിങ്ങളൊരാളാക്കി വരയ്ക്കുന്നു. കണ്ടോ? ഇതാണ് അതിൻ്റെ സെക്രട്ടറി. ഇങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇനി മറന്നു പോവില്ല. ഒപ്പം ചെറിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം. ഇവിടെ ശ്രദ്ധിക്കണം, വ്യോമ കവച മിസൈൽ സംവിധാനം സമറാണ്. ഇപ്പൊ വ്യോമം, കവചം, മിസൈലുമുണ്ട്.
വ്യോമ കവച മിസൈൽ സംവിധാനമാണ്. എന്താണ് അതിൻ്റെ പേര്? സമർ എന്നാണ്. എങ്ങനെ ഓർത്തു വയ്ക്കുക? വ്യോമം, കവചം, മിസൈൽ ഉണ്ട്. നമുക്ക് എന്താ വരുന്നത്? സമർ. സമർ എന്ന് പറഞ്ഞാൽ അതിൽ മർ ഉണ്ട്. മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവച മിസൈൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലേ? മിസൈൽ വീണ് എന്ത് ചെയ്യരുത്? ആളുകൾ മരിക്കരുത്. അതുകൊണ്ടാണ് വ്യോമ കവച മിസൈൽ സംവിധാനം. അപ്പൊ സമർ എന്ന് പറയുന്നതാണ് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അടുത്തത്, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന കമ്പനി. AI ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനി അങ്ങോട്ട് ധാരാളം പ്രതീക്ഷിക്കാം. അപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് കമ്പനി സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന കമ്പനി ഏതാണ്? ന്യൂറോ ലിങ്ക് ആണ്. നമ്മുടെ തലയിലുള്ളത് ഏത് കോശങ്ങളാ? ന്യൂറോൺ കോശങ്ങളാണ്, അല്ലേ? വൃക്കയിലുള്ളത് നെഫ്രോണും. മാറിപ്പോണ്ട. അപ്പോൾ അവിടെ വളരെ മനുഷ്യ മസ്തിഷ്കം ന്യൂറോ ലിങ്ക്, അതിനെ ലിങ്ക് ചെയ്യുന്ന വയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, വയറില്ലാതെ ലിങ്ക് ചെയ്യുന്നത് ന്യൂറോ ലിങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃതിം ആണ്. PSC ബുള്ളറ്റിനിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് അടുത്തതിൽ തരുന്നുണ്ട്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ, അല്ലേ? ഇപ്പം നമ്മൾ വയർലെസ് ഫ്രീ ആക്കിയ മറ്റേ പഞ്ചായത്ത് ഏതാ? സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയ പഞ്ചായത്ത് ഏതാ? ഇതൊക്കെ ഞാൻ മുന്നത്തെ ക്ലാസ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കടലാസ് രഹിത പഞ്ചായത്ത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. അതുകൊണ്ട് ഓർത്തിരിക്കണം, ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ്. ആദ്യ പഞ്ചായത്തുകൾ, അതൊക്കെ ഓർത്തു വെക്കണം. പ്രത്യേകിച്ച് AI ബന്ധപ്പെട്ടതും ഡിജിറ്റൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ പരീക്ഷയ്ക്ക് വരാം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറുടെ പേരാണ് കൈരളി. എളുപ്പമാണല്ലോ. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ഒരു സർവകലാശാല ഉണ്ടെങ്കിൽ ഇത് കേരളത്തിലുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടത്. അവർ വികസിപ്പിച്ച AI പ്രൊഫസറുടെ പേരും തന്നെയാണ് കൈരളി തന്നെയാണ്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഭുജ് സ്മൃതി ഭവൻ സ്മാരക മ്യൂസിയം ഏത് സംസ്ഥാനത്താണ്? യുനെസ്കോയുടെ ലോകത്തിലെ 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. അത് ഭുജ് എന്ന് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ധാരണ ഉള്ളവർക്ക് അപ്പം തന്നെ അറിയാം അത് ഗുജറാത്തിലാണ്. കാരണം ഭുജ് ഗുജറാത്തിലാണ്. ഭുജ് എന്തുമായി ബന്ധപ്പെട്ടതാ? ആ ഭീകരമായ ഭൂകമ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2001 ഗുജറാത്തിൽ ഭുജിലുണ്ടായ ഭൂകമ്പത്തിന്റെ സ്മാരകമാണ് ഈ ഭുജ് സ്മൃതി ഭവൻ എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. മികച്ച നിർമ്മിതികൾക്കായി യുനെസ്കോ നൽകുന്ന പിവർസൈൽസ് പുരസ്കാരത്തിന് മ്യൂസിയം അർഹമായിട്ടുണ്ട്. 470 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്മൃതി ഭവൻ 50,000-ലധികം മരങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ മിയാവാക്കി വനങ്ങളിൽ ഒന്നാണ്. നമ്മൾ വെച്ചുപിടിപ്പിക്കുന്ന 470 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്മൃതി ഭവൻ 50,000-ലധികം മരങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ മിയാവാക്കി വനങ്ങളിൽ ഒന്നാണ്. ഓക്കെ. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയതാര്? കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ഇപ്രാവശ്യം സന ഇർഷാദ് മട്ടുവിനാണ്. സന ഇർഷാദ് മട്ടു. 2 ഉത്തരം തന്നിട്ടുണ്ട്, 2 ഉത്തരം ശരി തന്നെയാണ്. സന ഇർഷാദ് മട്ടുവിനാണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ആണ്. അപ്പോൾ ആരാണ് ഈ സന ഇർഷാദ് മട്ടു? പുലിസ്റ്റർ പുരസ്കാര ജേതാവാണ്. കാശ്മീർ സ്വദേശിനിയാണ് സന ഇർഷാദ് മട്ടു. ഒരു കോഡ് ഉണ്ടാക്കുക, ഓർത്തിരിക്കുക. അതുപോലെ തന്നെയാണ് കേരളത്തിന് കിട്ടുന്ന അന്താരാഷ്ട്ര ബഹുമതികൾ നിങ്ങൾ ഓർത്തിരിക്കണം. അതിൽ ലോൺലി പ്ലാനറ്റ് ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ ബീച്ചാണ് വർക്കല പാപനാശം ബീച്ച്. ലോൺലി പ്ലാനറ്റ് ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ ബീച്ച് ഏതാണ്? വർക്കല പാപനാശം ബീച്ചാണ്. മറന്നു പോകണ്ട, ഓർത്തിരിക്കണം. ഇപ്പം വിനോദസഞ്ചാര മേഖലയിലെ ഒരു രാജ്യാന്തര പ്രസിദ്ധീകരണമാണ് ലോൺലി പ്ലാനറ്റ്. സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നാണ് വർക്കല പാപനാശം ബീച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്തുള്ളവർ മുഴുവൻ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിലുള്ളവർ കാണണ്ടേ? സമയം കിട്ടുമ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞാൽ വർക്കലയ്ക്ക് പാപനാശം ബീച്ച് ഒക്കെ സന്ദർശിച്ചു വരും.
ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? അത് കാപ്പാട് ബീച്ചാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇപ്പം രണ്ടും മാറിപ്പോണ്ട. മറ്റത് ലോൺലി പ്ലാനറ്റ് തിരഞ്ഞെടുത്ത ലോകത്തെ കണ്ടിരിക്കേണ്ട 100 ബീച്ചുകളിൽ ഒന്നാണ് വർക്കല പാപനാശം ബീച്ച്. പക്ഷേ ഇത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കാപ്പാട് ബീച്ചിനാണ്. കോഡുകൾ നിങ്ങൾ ഉണ്ടാക്കുക, ഞാൻ പറഞ്ഞല്ലോ അതിന് വഴി. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയറോൺമെന്റ് എഡ്യൂക്കേഷണൽ ഡെൻമാർക്ക് നൽകുന്നതാണ് പുരസ്കാരം. ഓക്കെ. 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനും രണ്ടും തിരുവനന്തപുരം. അവിടെ ഒരു സൗകര്യം കിട്ടിയല്ലേ. സ്വരാജ് പുരസ്കാരം സാധാരണ ചോദിക്കുകയാണ്. അപ്പോൾ സ്വരാജ് ട്രോഫി ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും വേറെ വേറെ പഠിക്കണ്ട, രണ്ടും തിരുവനന്തപുരമാണ്. മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ പുരസ്കാരമാണ്. 2022-23 സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ മികച്ച ജില്ലാ കലക്ടർ സംസ്ഥാന, അതും തിരുവനന്തപുരത്തിനാണ്. അത് തിരുവനന്തപുരത്ത് ഉള്ള ശ്രീ ജെറോമിക് ജോർജിനാണ്. രണ്ടും തിരുവനന്തപുരമാണ്. റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ് ഏറ്റവും നല്ല കളക്ടറേറ്റ്. അവിടുത്തെ മികച്ച കളക്ടറേറ്റ് ആയിട്ടും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? ധനകാര്യ കമ്മീഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അരവിന്ദ് പനഗിരിയാണ്. ആരാണത്? അരവിന്ദ് പനഗിരിയ. അരവിന്ദ് പനഗിരിയ ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കേട്ടോ. ഇന്ത്യയുടെ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു ആര്? അരവിന്ദ് പനഗിരിയ. ഓർമ്മല്ലേ? നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു. കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശകൾ നൽകുന്നതിനാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല. ഇപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾക്കുള്ള വിഭവ വിതരണമൊക്കെ നിശ്ചയിക്കുന്നതാണ്. മറ്റത് കേന്ദ്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. കേന്ദ്രത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് എത്ര വീതം നൽകണമെന്ന് ശുപാർശ ചെയ്യുന്നത് ധനകാര്യ കമ്മീഷനാണ്. 16ാം ധനകാര്യ കമ്മീഷനിൽ ഒരു മലയാളി അംഗമുണ്ട്. അതൊരു വനിതയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് ഓർത്തു വെക്കണം. ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷനിലെ എന്തുണ്ട്? ഒരു വനിതയുണ്ട്. അപ്പോൾ അത് 16. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ 6 എന്നുള്ളത് നമ്മൾ തുമ്പിക്കൈ ആയിട്ടാണ് സങ്കല്പിക്കാറ് നമ്മുടെ ടെക് സിസ്റ്റത്തിൽ. ആ 6ഉം ഇവിടുത്തെ ആനേനെയും ഓർത്തു വെച്ചാൽ ആനി ജോർജായി. 16 തുമ്പിക്കൈ, മലയാളി ഉള്ളത് ആരാണ്? ആന അല്ലേ. MK സിംഗ് ആയിരുന്നു 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ. ഞാൻ കുറേ വിവരങ്ങൾ കൊടുത്തിട്ടേ AI സഹായത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു കളയാൻ വെച്ചാണ്. മുൻകാല ചോദ്യങ്ങൾ കൊടുക്കുന്നു, PSC ബുള്ളറ്റിൻ, അതുപോലെ തന്നെ പ്രസിദ്ധമായ തൊഴിൽ വാർത്തകൾ, തൊഴിൽ വീതി, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? വീണ്ടും കേരളത്തിന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ ആണ് കേരളത്തിന് ലഭിച്ച പുരസ്കാരം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മറന്നുപോകണ്ട. ബെസ്റ്റ് പെർഫോമർ അവാർഡ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളി. അതായത് അന്തർദേശീയ ദേശീയ പുരസ്കാരങ്ങൾ നേടുന്ന മലയാളികളെ നിങ്ങൾ ഓർത്തിരിക്കണം. അത് ജോൺ ബ്രിട്ടാസ് ആണ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ അഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ ഛായാഗ്രഹകൻ. സാധാരണ കേരളത്തിനോ ഇന്ത്യക്കോ പുറത്താണെങ്കിൽ, വേണമെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ പോലും ഈ ചോദ്യം പ്രസക്തമല്ല. പക്ഷേ ഏതെങ്കിലും ഒരു മലയാളി അന്താരാഷ്ട്ര അവാർഡ് നേടിയാൽ പഠിച്ചിരിക്കണം. കാൻ ഫിലിം ഫെസ്റ്റിവലാണ്. സന്തോഷ് ശിവനാണ്. ഓക്കെ, ക്ലിയർ. ഒരു ക്യാൻ നിറയെ സന്തോഷം എന്നാലോചിച്ചാൽ മതി. ഒരു ക്യാൻ ഉണ്ട്, ഒരു വലിയ ക്യാൻ, അതിൽ നിറച്ച് സന്തോഷം ഇരിക്കുകയാണ്. ഞാൻ നിങ്ങൾ ഇതിലോടുകൂടി സന്തോഷവാനാവുകയാണ്. വേറൊന്നും ആലോചിക്കേണ്ട കേട്ടോ. ക്യാനിൽ സന്തോഷം നൽകുന്ന ബാഹ്യ സാധനത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ക്യാനിൽ ഒരു സന്തോഷം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിരിക്കും എപ്പോഴും പഠിക്കുമ്പോഴും. ഒരു ക്യാൻ നിറച്ച് സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ നെരൂദ പറയും ഒരു കൊട്ട നിറയെ ഉമ്മകൾ, മലനിരകളിൽ നിന്നും ഒരു കൊട്ട നിറയെ ഉമ്മകൾ. അത് നല്ല ഇമേജറിയാണ് അല്ലേ? നിങ്ങളതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കണം, പോസിറ്റീവായിട്ട് എടുത്താൽ. ഇപ്പോൾ ഒരു ക്യാൻ നിറയെ സന്തോഷം എന്ന് നിങ്ങൾ വെറുതെ സങ്കല്പിച്ച് നോക്ക്. സന്തോഷം ഇങ്ങനെ തുളുമ്പാണ് ഒരു ക്യാനിൽ.
നമ്മളതിങ്ങനെ സാങ്കല്പികമായി കുടിക്കുകയാണ്. നമ്മളിൽ ആകെ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്, നമ്മളിൽ ആകെ പോസിറ്റീവ് എനർജി നിൽക്കുകയാണ്. ഇപ്പം കാൻ ഫിലിം ഫെസ്റ്റിവലാണ്, നമ്മൾ അവിടെയാണ്. ഇപ്പോൾ സന്തോഷ് ആണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം. ചെറിയ ചെറിയ പുരസ്കാരങ്ങളൊക്കെ PSC ബുള്ളറ്റിൽ വരുന്നുണ്ട്. ദേശാഭിമാനി പുരസ്കാരം ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത്, അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനി പുരസ്കാരം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. M മുകുന്ദൻ. ദേശാഭിമാനി ഒരു ചെറിയ പത്രമല്ല കേട്ടോ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡുകളിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ ചിത്രം. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് വളരെ പ്രശസ്തമായതാണ്. അത് ഓപ്പൺ ഹെയ്മർ ആണ്. പ്രിലിംസിന് വരാം. ഓപ്പൺ ഹെയ്മർ 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ. ഈ പ്രിലിംസിന് സാധാരണയായിട്ട് ചലച്ചിത്ര മേഖലയിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരുന്നത് കാണുന്നുണ്ട്. ഇത് മാത്രമല്ല, അത് PSC ബുള്ളറ്റിനിലുണ്ട്. 2 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് PSC ബുള്ളറ്റിൻ. സ്വാതി സംഗീത പുരസ്കാരം സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്. സ്വാതി സംഗീത പുരസ്കാരം ഈ വർഷം ലഭിച്ചത്, ഈ വർഷം ആണ് കൊടുത്തിട്ടുള്ളത്, കുറച്ച് PR കുമാരകേരളവർമ്മയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, സംഗീതമാണ്. സാധാരണ ഈ സംഗീതത്തിലൊക്കെ പലപ്പോഴും ഈ അഭിജാത്യമുള്ള ആളുകളാണ്. ഞാൻ അഭിജാത്യത്തിനെ അങ്ങനെ അംഗീകരിക്കുന്ന ഒരാളായിട്ടല്ല, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വർമ്മ വരുന്നുണ്ട്. സ്വാതി സംഗീത പുരസ്കാരമാണ്. കേരളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനാണ്, നമുക്കറിയാം, സ്വാതി തിരുനാൾ അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെതായതുകൊണ്ട് കേരളവർമ്മ, കുമാരകേരളവർമ്മ. ചെറുപ്പക്കാരനായിരുന്നു സ്വാതി തിരുനാൾ, അതും കൂടി ആലോചിച്ചാൽ മതി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിലെ 2023 ഓടക്കുഴൽ അവാർഡ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. PN ഗോപികൃഷ്ണനാണ്. 2023 ഓടക്കുഴൽ അവാർഡ് വളരെ പ്രധാനപ്പെട്ട അവാർഡാണ്. PSC നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓടക്കുഴൽ അവാർഡ്. അത് PN ഗോപികൃഷ്ണനാണ്. ഓസ്കാർ നോമിനേഷൻ ലഭിച്ച മലയാള സിനിമ. മലയാള സിനിമ ഞാൻ പറഞ്ഞില്ലേ, അന്തർദേശീയമായ പ്രാധാന്യം കിട്ടുമ്പോൾ സിനിമകളൊക്കെ ഓർത്തു വയ്ക്കണം. അത് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ആണ്. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമയാണ്. അതും ചോദിക്കാം. മലയാളി സാങ്കേതിക പ്രവർത്തകരൊക്കെ ചേർന്ന് നിർമ്മിച്ച സിനിമയാണ് ഈ ഫേസ് ഓഫ് ദി ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് ഓഫ് ദ ഫേസ്ലെസ്, മുഖമില്ലാത്തവരുടെ മുഖം. അത് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയും ചോദ്യം വരാം. ഈ ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു എന്നുള്ളത് അപ്പുറത്തേക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടില്ല കേട്ടോ, നോമിനേഷനാണ് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെയും വരാം. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ എന്നും വരാം. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയ കവി ആരാണ്? കൂരിപ്പുഴ ശ്രീകുമാരാണ്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആരാണ്? കൂരിപ്പുഴ ശ്രീകുമാർ. ആലോചിക്കുക, ആശാൻ മരിക്കുന്നത് അല്ലെ, കുമാരനാശാൻ മരിക്കുന്നത് റെഡീമർ ബോട്ട് ദുരന്തത്തിലാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അവിടെ പ്രാവശ്യം പുഴ വന്നിട്ടുണ്ട്. അപ്പോൾ കൂരിപ്പുഴ ശ്രീകുമാർ കണ്ടുവോ? റെഡീമർ ബോട്ട് ദുരന്തം പുഴയിലുണ്ടായിട്ടുള്ള ദുരന്തമാണ്, ആലപ്പുഴയിൽ വെച്ചുണ്ടായ ദുരന്തം. അത് കണക്ട് ചെയ്തിട്ട് ഓർക്കുക, കൂരിപ്പുഴ ശ്രീകുമാർ എന്നുള്ളത്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനകീയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണ് ജനകീയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം. മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ഓക്കെ, ഇക്ബാലാണ് ഈ കൃതി എഴുതിയത്, ഡോക്ടർ ഇക്ബാലാണ്. അപ്പോൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ഡോക്ടർ ആയിരിക്കും. ഡോക്ടറെ ഓർക്കുമ്പോൾ നമുക്കറിയാം, ഈ ജനകീയ ശാസ്ത്ര പ്രചരണത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ആളാണ് ഇക്ബാൽ അല്ലേ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ മുൻനിര പ്രവർത്തകനിൽ ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഡോക്ടർ ഇക്ബാൽ എന്നോർക്കുക. ഏതാണ്? ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ഓക്കെ, ഡോക്ടർ B ഇക്ബാൽ രചിച്ച മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ പഠന ഗ്രന്ഥം ഓർത്തിരിക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ PSCക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അത് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. ഏതാണത്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ പഠന ഗ്രന്ഥം മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. കൂടുതൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്, എല്ലാം തരുന്നതില്ല. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാമുകളൊക്കെ ലഭിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നമ്മുടെ എന്തിലേക്ക് വരിക? നമ്മുടെ ഡെയിലി യൂട്യൂബ് വീഡിയോ കിട്ടുന്ന, അതുപോലെ തന്നെ വീക്കിലി ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്ന
PDF നോട്ടുകൾ കിട്ടുന്ന, ദിവസവും എക്സാം കിട്ടുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ കോഡുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിന് താഴെയായിട്ട് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.